സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. എങ്കിൽ അവർ മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടി അടക്കമുള്ള വീട് നിർമ്മാണത്തിന് NOC കൊടുക്കുമെന്നൊക്കെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഓഫർ. ആ വാഗ്ദാനങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് യാതൊരു തടസ്സവുമില്ല, അതിന് ഞങ്ങൾ എതിരുമല്ല, അത് ഞങ്ങളെല്ലാം സപ്പോർട്ടും ചെയ്യും. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് എയർപോർട്ട് അതോറിറ്റിയുടെ വികസനം മാത്രം നടക്കുകയും ആളുകൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി NOC കിട്ടാതിരിക്കുകയും ആളുകളുടെ സ്വൈരസഞ്ചാരത്തിന് തടസ്സം വരുന്ന വിധത്തിൽ അവരുടെ റോഡുകൾ മുടക്കി വീട്ടിലേക്കുള്ള വഴി മുടക്കി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അതിന് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരായിട്ട് വലിയ ജനവികാരം ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അതിൻ്റെ പ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ ഇതുകൊണ്ട് ദുരിതമനുഭവിക്കുന്ന ആളുകളും യോഗം ചേർന്ന് ഭാവി പരിപാടികൾ ആലോചിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എയർപോർട്ട് അതോറിറ്റി അതിൻ്റെ പണികളും മറ്റു കാര്യങ്ങളും റസായുടെ നിർമ്മാണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ, ഞങ്ങളതിനെതിരല്ല. ഞങ്ങളെല്ലാ സപ്പോർട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആളുകളുടെ കാര്യങ്ങളൊന്നും പരിഗണിക്കാതിരിക്കുകയും എയർപോർട്ട് അതോറിറ്റിയുടെ കാര്യങ്ങൾ മാത്രം പരിഗണിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വിരോധാഭാസം അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. രണ്ടും നടക്കണം. പക്ഷേ ആളുകളുടെ ഈ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി നിൽക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആളുകൾ വമ്പിച്ച നിരാശയിലും പ്രതിഷേധത്തിലും അമർഷത്തിലുമൊക്കെയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഈ വീട്ടിലേക്കൊക്കെ വഴി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടുകാർക്ക് മുഴുവൻ ഇനി ഇവർ വരണമെങ്കിൽ ക്രോസ് റോഡ് പിന്നിലൂടെ വരികയാണെങ്കിൽ ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ വേഗത്തിലാക്കേണ്ടതുണ്ട്. ഈ എയർപോർട്ട് അതോറിറ്റിയുടെ ഈ അവരുണ്ടാക്കിയിരിക്കുന്ന ഈ സർവീസ് റൂട്ടിലൂടെ അല്ലാതെ ഇവിടെയുള്ള ഒരു വീട്ടുകാർക്കും വരാൻ കഴിയില്ല. അപ്പുറത്താണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ റോഡ് അവർ സ്വയം ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് അടക്കാൻ പോവാണ്. അങ്ങനെ അടക്കുമ്പോൾ അംഗനവാടിയിലേക്കുള്ള വഴി എവിടെയാണ് എന്ന് അവർ കാണിച്ചു തരണം. അവിടെയുള്ള ഒരു 18ഓളം വീടുകളുണ്ട്. ആ 18ഓളം വീടുകളിലേക്കുള്ള വഴി ഏതിലാണ് എന്ന് കാണിച്ചു തരണം. അങ്ങനെയൊക്കെ അവരുടെ വീടുകളിലേക്ക് വഴി വേണം, അതുപോലെ തന്നെ അംഗനവാടിയിലേക്ക് വഴി വേണം. ഇതിൽ അങ്ങോട്ട് ആളുകൾക്ക് രണ്ട് ഭാഗത്തേക്കും കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് റോഡ് നിർമ്മിച്ച് അവർക്ക് അവരുടെ സഞ്ചാരത്തിന് സൗകര്യം ചെയ്തു കൊടുക്കണം. ഇത് അനുവദിച്ചു കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ കൂടി ചെയ്യുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തിൻ്റെ ഒപ്പം ചേർന്ന് അല്ലെങ്കിൽ അതിന് മുന്നിൽ നിന്നുകൊണ്ട് സമരമാണെങ്കിൽ സമരം, അല്ലെങ്കിൽ മറ്റു വഴികളാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലയുടെ ചാർജ് വഹിക്കുന്ന മന്ത്രി അബ്ദുറഹ്മാൻ, ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹം ഈ സ്ഥലം സന്ദർശിക്കണം. ഈ സ്ഥലം ഗവൺമെൻറ്റിന് വേണ്ടി ഈ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം നമുക്കൊരു തീരുമാനമെടുക്കാം. മന്ത്രിയെയും അതുപോലെ തന്നെ ഞങ്ങൾ 2 MLA-മാരും ഇവിടെ മന്ത്രിയുടെ കൂടെ വന്ന് ഈ ആളുകളുടെ ദുരിതം അവർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബോധ്യപ്പെടും. മന്ത്രിയെ ഇങ്ങോട്ട് ഇവിടെ സന്ദർശിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.